നമ്മൾ ഇനി അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇൻറ്റഗ്രൽസ് എന്നൊരു ചാപ്റ്ററാണ്. പ്ലസ് ടുവിലെ അല്ല പ്ലസ് വണ്ണിലെ ഏറ്റവും വലിയ ചാപ്റ്ററാണ്. രണ്ട് പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ചാപ്റ്ററാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ കൂടെയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിനകത്ത് രണ്ട് പോർഷൻസ് ഉണ്ട്. ഒന്ന് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് എന്ന പോർഷൻസ് ഉണ്ട്, പിന്നെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് എന്ന പോർഷൻ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കുക. രണ്ടിനകത്തൊന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്തെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുക. Number 1, integral dx divided by sin x minus cos x plus root 2 is equal to dash. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സോൾവ് ചെയ്തതിൻ്റെ ഇൻറ്റഗ്രേഷൻ. ഇതൊരു ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ്, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതി. ഇനി സോൾവ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക രീതി നോക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു ഹിൻറ്റ് എന്താണെന്ന് പറയുന്നത്, നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് ഈ റൂട്ട് 2 തന്നിട്ടുണ്ട്. സോ ആ റൂട്ട് 2 വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ. ഇവിടെ റൂട്ട് 2 ഉള്ളത് കൊണ്ട് ഞാൻ ഈ അതിന് തൊട്ട് മുമ്പിലത്തെ മുകളിലും താഴെ റൂട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ കേട്ടോ. ഈ പോർഷനിൽ റൂട്ട് 2 വെച്ചിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് 2 ഇവിടെ വരും. ഇവിടെ 1/√2 എന്ന് വരും. ഇവിടെ -1/√2 എന്ന് വരും. ഓക്കെ, ഈ 1/√2നെ നമുക്ക് പകരം വേണമെങ്കിൽ sin π/4 എന്ന് എഴുതാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ cos π/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറും? sin π/4 sin x minus cos π/4 cos x. ഈ തിരിച്ച് വേണമെങ്കിൽ എഴുതാം. അതായത് cos π/4 cos x sin π/4 sin x വരും. അപ്പോൾ നടുക്ക് മൈനസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പകരം നമുക്ക് എന്ത് എഴുതാം? -cos x plus π/4 എന്നാവും. ഓക്കെ, ഇനി ഇവിടെ ഈ രണ്ടിൻ്റെ റൂട്ടും ഉണ്ടായിരുന്നല്ലോ, അത് കോമൺ ആയിട്ട് ആ സമയം പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/√2 ഇൻറ്റു ഇൻറ്റഗ്രൽ dx ഡിവൈഡ് ബൈ 1 - cos x plus π/4 എന്നാണ്. ഓക്കെ, ഇതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ മറ്റേ ഫോമുല, ഈ ട്രിഗ്നോമെട്രിക്കിൻ്റെ നമ്മൾ ഫോമുല പഠിച്ചിട്ടുണ്ട്. 1 - cos θ പഠിച്ചിട്ടുണ്ട് അല്ലേ? 1 - cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin square θ/2 എന്ന് പറഞ്ഞൊരു ഫോമുലയാണ് ഇല്ലേ? സോ ആ ഫോമുല ഉപയോഗിച്ച് ഇത് നമ്മൾ ചെറുതാക്കി 2 sin square, ഇതാണ് ഇവിടെ θ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി x/2 + π/8 എന്നാണ്. ഓക്കെ, പക്ഷേ ഈ 2 പുറത്തെടുത്തുന്നു. ഈ sin square ആ ടേം എന്നുള്ളതിനെ നമ്മൾ മുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? cosec square എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതേ നമുക്കിനി ഈ ഒരു ഇൻറ്റഗ്രേഷൻ ഇത്രയും ചെറുതായി അല്ലേ? ഇതിന് ശേഷം നമുക്ക് ഇൻറ്റഗ്രേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോമുല ഉപയോഗിക്കാം. ഇൻറ്റഗ്രൽ cosec square θ എന്ന് പറയുന്നത് എന്താണ്? -cot θ ആണ്. ശരിയല്ലേ? സോ ആ റിസൾട്ട് യൂസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇങ്ങനെ എഴുതാം. പക്ഷെ ഇവിടെ θ ഉണ്ടായിരുന്നു, ഇവിടെ കിടക്കുന്നത് x/2 എന്ന ടേമാണ്. x ആയിരുന്നെങ്കിൽ x മാത്രം ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇത് x/2 കിടക്കുന്നതാണ്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ കോഎഫിഷ്യൻ്റ് കൂടി ഇതിനകത്ത് താഴത്തോട്ട് വരുന്നു. ഇനി ഒന്ന് സോൾവ് ചെയ്യുക. ഈ 2 കട്ട് ചെയ്ത് കളയുക, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ആൻസർ ഈസ് 1/√2 cot x/2 + π/8 + c എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി വരും അല്ലേ? അപ്പോൾ നമുക്ക് എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഇൻറ്റഗ്രൽ d cos θ ഡിവൈഡ് ബൈ √1 - cos square θ is equal to dash. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദി ഓപ്ഷൻസ് ആർ cos inverse θ + c, θ + c, sin inverse θ + c, d sin inverse cos θ + c. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. സോ ഞാൻ അതെടുത്ത് എഴുതി. ഇനി നമ്മൾ സാധാരണ എപ്പോഴും dx ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ x വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് cos θ വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് cos θയ്ക്ക് ഞാൻ x ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജസ്റ്റ് സോൾവ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായിട്ട് മാറും? cos θ dx ആയിട്ട് വരും. ഇവിടെ 1 - x². ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? ഇൻറ്റഗ്രൽ dx ഡിവൈഡ് ബൈ √1 - x² ആൻസർ എന്ന് പറയുന്നത് sin inverse x + c ആണ്. ശരിയല്ലേ? സോ പക്ഷേ നമ്മൾ ഈ x എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടേമാണ്. സോ നമുക്കതിന് വേണ്ട, അതിനെ റീപ്ലേസ് ചെയ്ത് നേരത്തെ ചെയ്തുകൊണ്ട് കൊടുക്കാം cos θ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? sin inverse cos θ എന്നായിരിക്കും. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, sin inverse cos θ + c. മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഇൻറ്റഗ്രൽ dx ഡിവൈഡ് ബൈ √1 - x × x - 2 is equal to dash. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കും. ഇതൊരു ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ്, സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ഞാൻ അതങ്ങോട്ട് എടുത്ത് എഴുതി. ഓക്കെ, എടുത്തെഴുതിയിട്ട് ഈ റൂട്ടിനുള്ളിലുള്ള ടേംസിനെ ഞാൻ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, റൂട്ടിനുള്ള ടേമിനെ ഞാൻ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -x² + 3x - 2 എന്ന് വരും. ഓക്കെ, ഇനി ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി ശ്രമിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പോളിനോമിയൽസ് ഒക്കെ വരുവാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് ഈ 3x എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി എടുക്കുന്നു. അതായത് 3/2 വരും. 3/2ൻ്റെ സ്ക്വയർ എടുക്കുന്നു. അതെന്ത് കിട്ടും? 9/4 വരും. 9/4 ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും ചെയ്യുന്നത് ഇങ്ങനെ. ഓക്കെ, അങ്ങനെ ചെയ്തു. അതിനുശേഷം ഈ ടേമുകൾ ഒരുമിച്ചെടുക്കുന്നു. ഇത്രയും ഡാഷിലേക്കുന്ന ടേംസുകൾ ഒരുമിച്ചെടുക്കുന്നു.
ഈ 9/4 -2 നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/4 എന്നായിരിക്കും. ഓക്കെ, ഇനി ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ രീതിയിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് x - 3/2 ദി ഹോൾ സ്ക്വയർ എഴുതാം ഈ ഒരു സെക്ഷൻ. മറ്റേ നമുക്ക് 1/2 ദി ഹോൾ സ്ക്വയർ എഴുതാം. ഇപ്പം നമുക്കത് ഇതിങ്ങനെ dx ഡിവൈഡ് ബൈ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, റിസൾട്ട് പഠിക്കാനുണ്ട്. ഇൻ്റഗ്രൽ dx √(a² - x² എന്നൊരു ടേം ആയിട്ട് മാറും അല്ലേ, ആ ഒരു രീതിയിലായിട്ട് മാറും. ആ ഒരു ഫോർമുലയുടെ ആൻസർ എന്ന് പറയുന്നത് sin ഇൻവേഴ്സ് x/a + c എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിവിടെ x ആയിട്ട് വരുന്നത് ഇവിടെ x - 3/2, a ആയിട്ട് വരുന്നത് 1/2 ആണ്. സോ sin ഇൻവേഴ്സ് x/a ആ ഫോർമുലയിലേക്ക് എക്സിന് വരെ x - 3/2 എന്ന് ഇടുക, എക്ക് വരെ ഇവിടെ എന്ത് എഴുതുക 1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആവും. ആൻഡ് അവർ ആൻസർ ഈസ് sin ഇൻവേഴ്സ് 2x - 3 + c. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ഇൻ്റഗ്രൽ dx by cos x plus √3 sin x is equal to dash ആണ് ക്വസ്റ്റ്യൻ. ഇതൊരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ നേരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും ചെയ്യേണ്ടി വരും കേട്ടോ. ഞാൻ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഇതെടുത്ത് എഴുതി. ഇവിടെ ഒരു √3 കിടപ്പുണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടത്. അപ്പം നമുക്ക് ഈ √3 വെച്ച് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഡിനോമിനേറ്ററിനെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യും. 2 × 1/2 cos x plus √3/2 sin x എന്ന് വരും. ഓക്കെ, ഇനി ഈ 1/2 പകരം നമുക്ക് cos π/3 എന്നും ഈ √3/2 പകരം നമുക്ക് sin π/3 എഴുതും. അപ്പോൾ ഇതിങ്ങനെ ഫോർമുലയാണ് cos a cos b + sin a sin b എന്ന് പറയുന്ന രീതിയാണ്. അത് cos a - b കിട്ടില്ല അല്ലേ. സോ അതുകൊണ്ട് ഇതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം, cos x - π/3 എഴുതാം. ഈ 2നെ പുറത്തെടുത്ത് 1/2 ആകുകയും ചെയ്യും. ഇനി ഈ കോസിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്തായിട്ട് മാറും, സീക്കിൻ്റെ ടേംസിലേക്ക് മാറും. അപ്പോൾ സീക്ക് x - π/3 dx എന്നാണ് അല്ലേ. ഇനി ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് സീക്കിൻ്റെ ഇൻറ്റഗ്രേഷൻ അറിയാം. സീക്ക് എന്ന് പറയുന്നത് ലോഗിൻ്റെ ടേംസിന് ഇൻറ്റഗ്രേഷൻ ഉണ്ട്. സീക്കിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ log tan θ/2 + 45 ഡിഗ്രി എന്ന് പറഞ്ഞൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ θ ആയിട്ട് ഉപയോഗിക്കേണ്ട ആംഗിളായിട്ട് ഉപയോഗിക്കേണ്ടത്. സോ ആൻസർ എന്തായിരിക്കും 1/2 കൊണ്ടെഴുതി log tan θ/2 അതായത് x/2 - π/6 + 45 ഡിഗ്രി അതായത് π/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ. ഇനി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഒറിജിനൽ ആൻസർ കിട്ടും. 1/2 log tan x/2 + π/2 + c എന്ന് വരും. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഇൻ്റഗ്രൽ 4(x + 1 - 7(x - 1/20 x dx is equal to dash എന്നാണ് ക്വസ്റ്റ്യൻ. കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് സോൾവ് ചെയ്തൊരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനാണ്. ഞാൻ സോൾവ് ചെയ്യാണ്. ആദ്യമേ ഞാൻ ഈ രണ്ട് ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യണം കേട്ടോ. സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തു. 4(x + 1/20 സോ 7(x - 1/20 എന്നാക്കി. ഈ 4(x + 1നെ 4(x.4 എന്നും മറ്റേതിനെ 7(x × 7(-1) എഴുതാം കേട്ടോ. എന്നിട്ട് ഈ 4 പുറത്തെടുക്കുന്നു, ഈ 7(-1) പുറത്തെടുക്കുന്നു. അത് 1/7 ആണ് ആക്ച്വലി ഇങ്ങനെ. എന്നിട്ട് ഈ 4(x) ഉം 28(x) നമുക്ക് കമ്പൈൻ ചെയ്ത് 4/28(x) എന്ന് എഴുതാം. 7(x/20) നമുക്ക് 7/28(x) എന്ന് എഴുതാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 7 × 28 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തോട്ട് 1/7(x) എന്നാണ്. ഇവിടെ ആണെങ്കിൽ 1/4(x) എന്നാണ്. ഓക്കെ, ബാക്കി രണ്ട് ടേംസ് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഉപയോഗിക്കുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ a(x) dx ആണ് കേട്ടോ. അതിൻ്റെ ആൻസർ ഇൻ്റഗ്രൽ a(x) dx എന്ന് പറയുമ്പോൾ a(x) / log a എന്ന് പറഞ്ഞ ഫോർമുല. ഇതിവിടെ അതേപോലെ തന്നെ. അപ്പം 1/7(x) എന്ന് പറയുമ്പോൾ എന്തായിട്ട് നമുക്ക് 7(x) നമുക്ക് മേളിലേക്ക് ഉണ്ട് 7(x) - x എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7(x) / log 7 എന്ന് വരും കേട്ടോ. log 7 ആക്ച്വലി വരുന്നത് log 1/7 ആണ്. log 1/7 മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മൈനസ് വരും. സോ നമുക്ക് ആ മൈനസ് ഇടാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സാക്ട് ആൻസർ -4 × 7(x - x) / log 7 എഴുതാം. സിമിലർലി അപ്പുറത്ത് ഇതേപോലെ എഴുതാം. ഓക്കെ, ഓൾറെഡി ഇവിടെ മൈനസ് കിടപ്പുണ്ട്. സോ അത് ഇവിടെ എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. എന്നിട്ട് ഇതിന് നമുക്ക് ഫസ്റ്റ് എഴുതി സെക്കൻഡ് എഴുതാം. നമുക്കാണ് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് 1/7 4(-x) log 4 - 4 × 7(x - x) / log 7 + c എന്ന് വരും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ നമുക്ക് എ ആയിട്ട് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ആറാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഇൻ്റഗ്രൽ 1 + x - 1/x × e(x + 1/x dx is equal to dash. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്വസ്റ്റ്യനാണ്. സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ഞാൻ അതെടുത്ത് ആദ്യം എഴുതി. ഇൻ്റഗ്രൽ 1 + x - 1/x e(x + 1/x എഴുതി. ഇനി ഈ e(x + 1/x) 1 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തു കേട്ടോ. മിച്ചം x - 1/x ഉണ്ടല്ലോ, ഇതിനകത്ത് ഞാനൊരു x പുറത്തെടുക്കും.
അപ്പോൾ എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? എക്സ് ഇൻറ്റു 1 മൈനസ് 1/x² വരും. അതും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ രണ്ടാമത്തെ ടേം ഫോം ചെയ്യുന്നത്. അങ്ങനെ എഴുതി. ഓക്കെ. എന്നിട്ട് ഞാൻ ഈ ടേമിനെ നിലനിർത്തി അവിടെ തന്നെ ഒന്നും ചെയ്യുന്നില്ല. ഇതിനെ ഞാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയാണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിനകത്ത് ഇത് ആദ്യത്തെ ടേമും ഇത് രണ്ടാമത്തെ ടേമായിട്ട് കണക്കാക്കണം. ഓക്കെ. ഫസ്റ്റ് ടേം ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ്. അപ്പം ഇൻ്റഗ്രേഷൻ ഫോമിൽ ഉപയോഗിക്കണം. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ ഫോമിൽ നമുക്കിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ടേം ഉണ്ട്, ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം e⁻x + 1/x. അതിനകത്ത് x+1/xൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ കിടക്കുന്നത് 1 മൈനസ് 1/x². അല്ലേ? ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഈ ടേം തന്നെയായിരിക്കും. ഓക്കെ. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് e⁻x + 1/x കിട്ടും. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഇതും അത് തന്നെയല്ലേ. സോ അതിന് പകരം ഇത് തന്നെ കൊടുക്കാം. ഓക്കെ. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ 1 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇപ്പം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ആദ്യത്തെ ടേമും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ടേമും രണ്ട് സെയിം ആയിട്ട് വരും. സോ അപ്പോൾ നമുക്കിതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ. മിച്ചമുള്ള ആൻസർ എന്തുവാ? x e⁻x + 1/x + c. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. സോ ആൻസർ ഈസ് എഴുതുക. ഓക്കെ, എഴുതുക കേട്ടോ. 7ാം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ്റഗ്രൽ dx ബൈ x ഇൻറ്റു x + 1 ഈസ് ഈക്വൽ ടു ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ താഴത്തെ പോളിനോമിയൽസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ dx ബൈ x + 1 x ഇൻറ്റു x + 1 അതിനകത്ത് 1/x ഇൻറ്റു x + 1 എന്ന ആ ഫോമിലെടുത്ത് മാറ്റി എഴുതുന്നു. അത് ഞാൻ ഇങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. a/x + b/x + 1 എന്ന് എഴുതാം. എന്നിട്ട് ഈ x ഇൻറ്റു x + 1 കൊണ്ട് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലുള്ള എന്താണോ അത് ഇങ്ങോട്ട് എഴുതുക. ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ടേം a ഇൻറ്റു x + 1 ആയിട്ട് മാറും. കാരണം x കട്ടായി പോകും. ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? b ഇൻറ്റു x എന്നാണ്. ഓക്കെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം എയ്ക്കും ബിക്കും സർട്ടൻ വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള എക്സിന് കുറച്ച് വാല്യൂസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് എക്സിന് ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ ഈ ടേം 0 ആയിപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ. ഇതേപോലെ നമുക്ക് എക്സിന് -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എയുടെ ടേംസ് 0 ആയിപ്പം ബി എന്ത് കിട്ടും? -1 എന്ന് വരും. ഓക്കെ. ഇത് രണ്ടുപേരും തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. അങ്ങനെയാണെങ്കിൽ ഈ ടേമിന് വരെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അതിനുശേഷം ഈ 1/x ഇൻറ്റു x + 1 അതാണല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതിന് പകരം ഈ ടേം എടുത്ത് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ. അതിനുശേഷം നമുക്ക് ചെയ്യാൻ സോൾവ് ചെയ്യാൻ എളുപ്പം. 1/x ഇൻ്റഗ്രേഷൻ എന്താ? log mod x ആണ്. 1/x + 1 ഇൻ്റഗ്രേഷൻ എന്താ? log mod x + 1. ഇപ്പോൾ ഇവിടെ എന്ത് വരും? log a - log b ഫോമിൽ വരും. log a - b എന്ന് പറഞ്ഞാൽ log a/b അല്ലേ. സോ log x / x + 1 + c. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. 0 to 1 integral 0 to 1 dx divided by 1 + x + x² is equal to dash. That question and the options are π/√3, 2π/2√3, 2π/2√3, π/3√3 etc. നമുക്കിതൊരു ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ക്വസ്റ്റ്യനാണ്. ഈ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡിനോമിനേറ്ററിൽ പോളിനോമിയൽ എക്സിൻ ടേംസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു രീതി ഉപയോഗിക്കാം കേട്ടോ. മറ്റു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ പകുതി എടുത്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുകയും സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/4 ആണ്. അപ്പോൾ അതിൻ്റെ ആഡ് ചെയ്യുകയും സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 1/4 പ്ലസ് വരും, -1/4 എന്ന് വരും. ഓക്കെ. ഈ ആദ്യത്തെ ഇത്രയും പോർഷൻസിനെ നമുക്ക് ഒരുമിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് x + 1/2 ഇൻ ഈ ഹോൾ സ്ക്വയർ നമുക്ക് റീപ്ലേസ് ചെയ്താൽ മറ്റേത് മിച്ചം -1/4 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ √3 /2 എന്ന് വരും. അതിന് നമുക്ക് √3/2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 എന്ന് വരുന്നത് അതിനെ √3/2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ dx / x² + a² എന്ന് പറയുന്ന ഫോർമാറ്റിലായിട്ട് മാറും കേട്ടോ. ഇതിന് പറ്റിയ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് +2. അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1/a tan inverse x/a എന്നുള്ളതാണ്. സോ ഇതിനകത്ത് ഇവിടെ എക്സിന് പകരം x + 1/2 ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സിന് പകരം x + 1/2 നടക്കുന്നത്. സോ നമുക്ക് അതിനെ വെച്ച് ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/a അത് 1/√3/2 എന്ന് വരും. അത് 2/√3 വരും ഇൻറ്റു tan inverse x/a എന്നുള്ള ഫോമിൽ, അതായത് x + 1/2 ഡിവൈഡ് ഈ സാധനം ഇട്ട് കൊടുത്തിട്ടാണ് വിത്ത് ലോവർ ലിമിറ്റ് ആസ് 0 ആൻഡ് അപ്പർ ലിമിറ്റ് ആസ് 1. ഇനി നമുക്ക് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യമേ ഈ 1 എടുത്ത് എക്സിൻ്റെ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ ഇടാം മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ tan inverse √3 tan inverse 1/√3 എന്നായിരിക്കും.
ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പൈ ബൈ 3 എന്നറിയാം. മറ്റേ 1/√3 എന്ന് പറയുന്നത് പൈ ബൈ 6 എന്ന് അറിയാം. സോൾവ് ചെയ്ത് നമുക്ക് എന്ത് വരും? 2π/6√3 എന്ന് വരും. അതിന് ഒന്നുകൂടെ കട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ π/3√3 വരും. നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.